ചേട്ടാ, മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന് എന്തുപറ്റി? ചില സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അവാർഡുകൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവാർഡുകൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു പോയിരിക്കുകയാണ് അദ്ദേഹം. അല്ല, അവസരവാദികളായ കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഗണത്തിലേക്ക് മുകുന്ദൻ്റെ പേരും കൂടി എഴുതി ചേർത്തിട്ട് കുറേ കാലമായി. അതിൻ്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം ഞാൻ കാണുന്നത്, തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്താചാര്യൻ്റെ ഒരു പ്രതിമ വെക്കണമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന് പ്രതിമ ഉണ്ടാക്കിയിട്ട് കുറേ കാലങ്ങൾ ഇടതുപക്ഷ ഇസ്ലാമിക തീവ്രവാദികളുടെ എതിർപ്പുകൊണ്ട്, ഇസ്ലാമിക തീവ്രവാദികളുടെ എതിർപ്പുകൊണ്ട് അതിനെ സഹായിക്കുന്ന ഇടതുപക്ഷത്തിന് മൗനാനുവാദത്തോടു കൂടി ഇത്രയും കാലമായിട്ട് അവിടെ നടന്നിട്ടില്ല. എം ഡി എ പോലുള്ള ഒരു സാഹിത്യകാരൻ അതിൻ്റെ നാഥനായിരുന്നിട്ടും തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നിട്ടും കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി നമ്മുടെ എം മുകുന്ദൻ ഇരുന്നിട്ടും ഒരു വാക്കുപോലും ഭാഷാപിതാവിന് ഇന്നത് വേണം എന്നൊരു വാക്കുകൊണ്ട് പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരാള് തന്നെ ഇടതുപക്ഷക്കാരൻ. അമ്പലങ്ങളെയും ആൽത്തറകളെയും എല്ലാം കുറ്റം പറഞ്ഞിരുന്ന ആള് ഈ അടുത്ത കാലത്താണ് അമ്പലത്തിലൊക്കെ ഷട്ടൊക്കെ ഒരു അമ്പലത്തിൽ പോയി നിൽക്കുന്നത് കാഴ്ച കണ്ടതാണ്. പോട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷെ ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ എം മുകുന്ദൻ വാസ്തവത്തിൽ നിൽക്കേണ്ടത് ഗവൺമെന്റിന്റെ പക്ഷത്താണോ ജനപക്ഷത്താണോ? സാഹിത്യകാരന്മാരെപ്പോഴും സമാജത്തിലെ തിരുത്തൽ ശക്തിയാണ്. അത് ആധുനിക ലോകത്ത് മാത്രമല്ല, പ്രാചീന ലോകത്തും അതായിരുന്നു. ആയിരുന്നു കരുത്ത്. പേനയുടെ പടവാള് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമതുകളി മാറ്റുവിൻ നിങ്ങളെ തന്നെ എന്നെഴുതിയ ആശാൻ തൻ്റെ അക്ഷരങ്ങളെ അഗ്നികളാക്കി അതിൽ നിന്നുയർന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ട് സമൂഹത്തിൽ പ്രതിരോധത്തിൻ്റെ തീ പടർത്തിയ ചരിത്രം നമുക്കറിയാം. എല്ലാ സ്ഥലത്തും സാമൂഹ്യ നവോത്ഥാനത്തിനും സാമൂഹിക മാറ്റങ്ങൾക്കും കാരണമായത് എഴുത്തുകാരുടെ, കലാകാരന്മാരുടെ പ്രതിരോധാത്മകമായ പ്രവർത്തനമാണ്. ആ കണക്കിൽ വാസ്തവത്തിൽ എം മുകുന്ദൻ നിൽക്കേണ്ടത് ഗവൺമെന്റിന്റെ പക്ഷത്തല്ല, ജനപക്ഷത്താണ്. ഇവിടെ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ നാളെ കിട്ടാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങൾ, അദ്ദേഹത്തിന് 2017 ടി കെ രാമകൃഷ്ണൻ അവാർഡ് കിട്ടി, 2018 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി, കേരളത്തിന്റെ പരമോന്നതമായ പുരസ്കാരങ്ങളിലൊന്ന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി, സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാക്കി. അപ്പൊ ഇനിയും അവാർഡുകൾ കിട്ടാനുള്ള ഒരു താല്പര്യമായി. ഈ അവാർഡുകൾ കിട്ടിയില്ലെങ്കിലും നിൽക്കണം എന്ന് പറയുമ്പോൾ അത് വേറെ മറ്റ് ആരെങ്കിലും ഉദ്ദേശിച്ചാണോ? അതൊരു പുട്ടിന് പേരിടും പോലെയാണ്. അവാർഡ് തന്നെയാണ് ലക്ഷ്യം. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തല്ലാതെ എന്താ നേരത്തെ അത് പറഞ്ഞില്ല? സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാകുന്നതിന് ഇത് പറഞ്ഞില്ല? ടി കെ രാമകൃഷ്ണൻ അവാർഡ് വാങ്ങുമ്പോൾ അവിടെ വെച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചപ്പോൾ ആ സമയത്ത് പറഞ്ഞില്ല. അപ്പൊ എം മുകുന്ദന്റെ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് സഹയാത്രികനാണ്. ഇവരുടെയൊക്കെ സത്യസന്ധത ഇല്ലായ്മ, അവിടെയാണ് ഈ അവസരവാദികൾ എന്ന് പറയുന്നത്. ഒരു വയറ്റപ്പിഴപ്പിന് വേണ്ടി എഴുതുന്ന ആളുകൾ ഏത് നിമിഷവും കേട്ടോ ഒരു സാധാരണക്കാരിൽ നിന്ന് ഇവരെ വ്യത്യസ്തനാക്കുന്നതാ ഇവരെ വ്യത്യസ്തനാക്കേണ്ടത് എന്താ? ഇവരുടെ ആത്മാർത്ഥതയാണ്, എഴുത്തിന്റെ ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. എഴുത്തുകാരന് സത്യസന്ധത ഇല്ലാതായാൽ ഏതറ്റം വരെ പോകാമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ. നോക്കൂ, പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് കേരളത്തിൽ പെൻഷൻ കിട്ടേണ്ട ആളുകൾ തെരുവിലിറങ്ങിയ ഒരു സമയം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവരാരെങ്കിലും വേണ്ടിയോ? എത്ര സംഭവങ്ങളാ? കൊച്ചുകുട്ടികളെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ, അധ്യാപകനെ ക്ലാസ് മുറിയിൽ കുത്തിനുറുക്കിയ സംഭവങ്ങൾ, പെരിയ പോലുള്ള ഇരട്ടക്കൊലപാതകങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും എത്രയോ പെൺകുട്ടികളെ പാലക്കാട് വാളയാറിൽ തൂങ്ങിയാടിയ പെൺകുട്ടികൾ, ഇവരൊക്കെ എവിടെ പോയി? ഇത്തരത്തിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്, ഇവരെ പൊതുവിൽ വിളിക്കുന്നത് വടക്കു നോക്കി യന്ത്രം എന്നാണ്. വല്ല സംഭവങ്ങൾ നടന്നാൽ, അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള പാലസ്തീനിൽ എന്തെങ്കിലും നടന്നാൽ, അല്ലെങ്കിൽ ആ തരത്തിൽ യുദ്ധഭൂമിയിൽ എന്തെങ്കിലും നടന്നാൽ അതിനുവേണ്ടി മാത്രം അത്തരം കാര്യങ്ങൾ മാത്രമേ പ്രതികരിക്കാറുള്ളൂ എന്നാണ് ഇവരെ കുറിച്ച് സാധാരണ. ശരിയാണ്. ഒരു വടക്ക് നോക്കി നാക്കി നീട്ടിങ്ങനെ വടക്കോട്ട് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി. അവിടെ നടക്കും. തന്റെ ചുറ്റുപാടും കാണുന്നില്ല. ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുമ്പിൽ അവിടെ വെട്ടം കാണുന്നില്ലല്ലോ. പ്രകാശം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ചുവട്ടിൽ വെട്ടമില്ല. അപ്പൊ അങ്ങനെ വിളക്കുകാലുകൾ പോലെ, സ്വന്തം ചുവട്ടിൽ പ്രകാശമില്ലാത്ത വിളക്കുകാലുകൾ പോലെ
ഇങ്ങനെ നിൽക്കുകയാണ് കലാകാരന്മാരെന്ന് ആ സാഹിത്യകാരന്മാരെന്ന് പറയുന്നവർ. അവർ കേരളം കാണുന്നില്ല. കേരളം ഇന്ന് ഭീഷണമായ എന്തെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ നമ്പർ 1 ആയി മാറിയിരിക്കുന്നു. സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആയി മാറിയിരിക്കുന്നു. മദ്യത്തിന്റെ വിൽപ്പനയുടെ കാര്യത്തിൽ എത്ര കോടി രൂപയാണ് കഴിഞ്ഞ പുതുവത്സരത്തിന് കേരളത്തിലെ ആളുകൾ കുടിച്ചു തീർത്തത്? കേരളത്തിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട്. UP-യിൽ ഇതിന്റെ പകുതി മദ്യം ചെലവായില്ലല്ലോ. എത്രയോ ഇരട്ടി വലിപ്പമുണ്ട്, എത്രയോ ജനസംഖ്യ കൂടുതലാണ്. പക്ഷെ വെറും 4 കോടി ആളുകളുള്ള കേരളത്തിൽ കുടിച്ചു തീർത്തതിന് മദ്യത്തിന്റെ പകുതി പോലും UP-യിൽ കുടിച്ചു തീർത്തില്ലല്ലോ. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ ഉൽപാദന രംഗം, കാർഷിക രംഗം വളരെ പുറകിലോട്ടാണ്. ഓരോ ദിവസവും നമുക്ക് തിന്നാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേടിലേക്ക് കേരളം മാറുന്നു. കയറിവിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ എന്നൊക്കെ പറഞ്ഞ് പാടിയ വിപ്ലവകൾ ജീവിച്ചിരുന്ന നാടാണ് കേരളം. അവിടെയുള്ള ഈ എന്താ പറയുക, കർഷകരെയും കർഷക തൊഴിലാളികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നാടാണ് കേരളം. കുട്ടനാടിന്റെ കഥാകാരന്മാർ, നെല്ലെഴുതിയ കഥാകാരി, നമ്മുടെ കുട്ടനാടിന്റെ തകഴി, അദ്ദേഹത്തിന്റെ കഥ എല്ലാം മണ്ണിന്റെ മണമുള്ള സാധാരണക്കാരന് ചേർത്ത് നിർത്തുന്ന കഥകളും കവിതകളും എഴുതിക്കൊണ്ട് ഈ സാധാരണക്കാരന്റെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കി നിന്ന ആളുകളാണ്. അവരൊന്നും ഗവൺമെന്റിന്റെ ഒട്ടി നിന്നവരല്ല. എനിക്കെന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കവിതയോ സാഹിത്യമോ സൃഷ്ടിച്ചവരായിരുന്നില്ല. ഓടയിൽ നിന്നെഴുതിയ സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന്, സാമൂഹ്യ തിന്മയെ പുറത്ത് കൊണ്ടുവരാൻ, മനുഷ്യബന്ധങ്ങളുടെ ഇഴയെ ഇങ്ങനെ കീറിയെടുത്തിട്ട് എങ്ങനെയായിരിക്കണം മനുഷ്യബന്ധങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ വീട്ടിവെട്ടിത്തിരിപ്പാട് ഒരു കാലഘട്ടത്തിൽ ഒരു സമുദായം നടത്തിയിട്ടുള്ള ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തൂത്തെറിഞ്ഞുകൊണ്ട് ആ സമുദായത്തെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് കാണിച്ചു കൊടുത്താണ്. ഇപ്പൊ ഇങ്ങനെ കലാകാരന്മാര്, സാഹിത്യകാരന്മാര് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, സമാജത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടെ നമുക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു മേഖല വെട്ടിത്തുറന്നുകൊണ്ട് എല്ലാ നന്മകളെയും സ്വാംശീകരിക്കാനുള്ള നന്മമരങ്ങളായി നിൽക്കേണ്ട സാഹിത്യകാരന്മാരാണ് ഇവിടെ കേവലം ഈ പട്ടിക്കിട്ട് കൊടുക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ പോലെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അവാർഡ് നൽകുന്ന ഗവൺമെന്റിനൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ, അതായത് ഗവൺമെന്റ് എന്ത് തോന്നിയാസമാണെങ്കിലും കാണിച്ചോ, ഞങ്ങളതൊന്നും കാണുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞങ്ങൾക്ക് വല്ല അവാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ഥാനമാനങ്ങളോ മാത്രം നൽകിയാൽ മതി എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. തികച്ചും അബദ്ധജടിലവും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് ഇത് പറഞ്ഞത്. അതാ ഒരു അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണെന്നാ തോന്നുന്നത്. അതെ അതെ അതെ. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നൽകിയ അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ് അസംബ്ലി ഹാളിൽ പറഞ്ഞത്. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം ഉണ്ടല്ലോ, നിയമസഭാ പുസ്തകോത്സവം, അതിന്റെ അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇവരൊക്കെ വലിയ സംഭവമാണെന്ന് വരുത്തി തീർത്ത്, അതായത് അക്ഷരമറിയുന്ന ആളുകൾ ഇവരെയൊക്കെ വായിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള ആളുകൾ വായിക്കുന്ന എഴുത്തുകാർ തന്നെയാണ്. മുകുന്ദനായാലും MD ആയാലും ആരായാലും. പക്ഷെ ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള കപട മുഖം അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ വിധേയത്വം കാണുമ്പോൾ സ്വയം ലജ്ജിക്കുക എന്നതേ പറയാനുള്ളൂ അല്ലേ. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട എഴുത്തുകാരുടെ ഇപ്പം ലജ്ജ നോവൽ എഴുതിയ തസ്ലിമ നസ്രിൻ, തീർച്ചയായും അവരെത്ര പ്രതിരോധാത്മകമായ നിലപാടുകളിലാണ് നിന്നത്. താൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി തൻ്റെ മതത്തിന്റെ ഉള്ളിൽ, സമൂഹത്തിന്റെ ഉള്ളിൽ ദുരന്തങ്ങൾ അനുഭവിച്ചത് എന്ന് ലജ്ജ എന്ന നോവലിലൂടെ വരച്ചിട്ടു. അത് മത ഭരണകൂടം സൃഷ്ടിക്കപ്പെട്ട ഒരു അന്തരീക്ഷം, നിയാമകമായ ഒരു ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ആ ചുറ്റുപാടിന്റെ പുറന്തോടുകൾ പൊളിച്ച് എഴുത്തിലൂടെ അവർ പുറത്തേക്ക് വരികയാണ്. അവർക്ക് സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വന്നു. നമ്മൾ അഭയം കൊടുത്തു. പക്ഷേ എന്നിട്ട് അവിടെ നിലപാടുകൾക്ക് മാറ്റമില്ല. മാപ്പ് പറഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു. അതാണ് എഴുത്തിന്റെ കരുത്ത്, അത് വ്യക്തിത്വം കൂടിയാണ് എഴുതിന്റെ ശക്തി. അത് ആ എഴുത്തുകാരന്റെ, നിങ്ങൾ പറഞ്ഞ മാതിരി എഴുത്തുകാരന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ ഞാൻ സർവ്വതാ സറണ്ടർ ചെയ്യുകയാണ് നിങ്ങളുടെ മുമ്പിൽ, ഭരണകൂടത്തിന് മുമ്പിൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് അഴിമതിയും കാണിച്ചോളൂ, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി, ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു സമീപനത്തിലാണ് ഇവിടുത്തെ എഴുത്തുകാർ നിൽക്കുന്നത് എന്ന് എന്തായാലും നോക്കി യന്ത്രങ്ങൾ പോലെ ഇങ്ങനെയുള്ള ആളുകളെ വായിക്കുന്നവർ അല്പമെങ്കിലും ചിന്തിച്ചാൽ നല്ലത്. എഴുത്ത്, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എഴുത്ത് കരുത്താണ്. അത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. എഴുത്ത് സദാചാരബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായ കറയേറ്റ ആദർശത്തിന്റെ വക്താക്കളാണ് എഴുത്തുകാര്. അവര് ഭരണകൂടമാണോ
അല്ലെങ്കിൽ ഭരണകർത്താക്കളാണോ എന്ന് നോക്കേണ്ടതില്ല. എവിടെയാണോ സത്യത്തിന്റെ വെളിച്ചം കെട്ടുപോകുന്നത് ആ വെളിച്ചം കൊളുത്താനുള്ള, ദീപം തെളിക്കാനുള്ള ഒരു കരുത്താണ് അവർ കാണിക്കേണ്ടത്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ആ സമാജഹിതം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് സമാജത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ആളുകളാണ് എഴുത്തുകാർ. അവിടെയാണ് എം മുകുന്ദൻ പരാജയപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ വാദം തികച്ചും തെറ്റാണ്. ഇന്ന് കേരളത്തിൽ നടമാടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ഭീകരതയുടെയും അഴിമതി എത്ര കണ്ട് ജനകീയവൽക്കരിച്ച ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇല്ലേ? അഴിമതിയെ ജനകീയവൽക്കരിച്ച ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സർക്കാരിനോടൊപ്പമാണ് മാത്രമല്ല വിലക്കയറ്റം, അടിമുടി ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇടതുമുന്നണി സർക്കാർ. ആ സർക്കാരിന്റെ കൂടെയാണ് എഴുത്തുകാരൻ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ എം മുകുന്ദൻ എന്ന എഴുത്തുകാരനോട് മയ്യഴിപ്പുഴയുടെ കഥ പറഞ്ഞ് മലയാളിയ മനസ്സുകളിൽ ചേക്കേറിയ കഥാകാരനോടുള്ള ഏറ്റവും വലിയ അവജ്ഞയാണ് ഇന്നലത്തെ ആ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത്. അത് മുകുന്ദൻ തിരുത്തണം. വാസ്തവത്തിൽ ഭരണകൂടത്തോടൊപ്പം അല്ല നിൽക്കേണ്ടത്, ഭരണകൂടത്തിനോടൊപ്പം നിൽക്കാം, അവരുടെ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കും, പക്ഷേ തിന്മകളെ കൂടി തുറന്ന് എടുക്കാനുള്ള ആർജവം കാണിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.